ഇപ്പോൾ ട്രംപിന് ഒരു ഇരട്ടി പ്രഹരം ഉണ്ടായിരിക്കുകയാണ്. ഒന്ന് US സെനറ്റിൽ നിന്ന്, രണ്ടാമത്തത് അതുപോലെ തന്നെ ഇറാനിൽ നിന്ന്. എന്തായാലും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ട്രംപ്. അമേരിക്കൻ കോൺഗ്രസിൽ നിന്നും സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അതീവ വാശിയോടെയും പ്രകോപനത്തോടെയുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധത്തിനെതിരെ US പ്രതിനിധി സഭയ്ക്ക് പിന്നാലെ സെനറ്റും പ്രമേയം പാസാക്കിയതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഈ ഒരു അപ്രതീക്ഷിത രാഷ്ട്രീയ പ്രഹരത്തിന് പിന്നാലെ ക്യാപിറ്റോളിൽ ട്രംപും സ്വന്തം പാർട്ടിയിലെ സെനറ്റുമാരും തമ്മിൽ വൻ വാക്പോര് അരങ്ങേറിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റോയിട്ടേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അത്തരം ഒരു വാർത്തയാണ്. ഇറാനെതിരെ ട്രംപ് ഭരണകൂടം ഏകപക്ഷീയമായിട്ട് നടത്തുന്ന സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്നോ നിർദ്ദേശിക്കുന്ന വാർ പവേഴ്സ് പ്രമേയം US സെനറ്റ് 50-48 എന്ന വോട്ടിന് പാസാക്കിയിരിക്കുകയാണ്. നേരത്തെ പ്രതിനിധി സഭയും ഇതേ പ്രമേയം പാസാക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും സ്വന്തം പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിൽ വെച്ച് ഇത്തരം ഒരു പ്രമേയം പാസാക്കിയത് ട്രംപിന്റെ വിദേശ നയങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന് ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് സ്വന്തം പാർട്ടിയിലെ 4 പ്രമുഖ സെനറ്റുമാർ, അതായത് സൂസൻ കോളിസ്, ലിസ മാർക്കോസി ഉൾപ്പെടെയുള്ളവർ പ്രതിപക്ഷമായിട്ടുള്ള ഡെമോക്രാറ്റുകൾക്കൊപ്പം ചേർന്ന് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നതാണ്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്നതിലും കഴിഞ്ഞ ആഴ്ച ഒപ്പുവെച്ച ഇസ്ലാമാബാദ് സമാധാന കരാറിലെ അവ്യക്തതകളിലും ഈ ഒരു സെനറ്റുമാർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രമേയം പാസ്സായതിന് തൊട്ടു പിന്നാലെ ഈ ക്യാപിറ്റോളിൽ വെച്ച് നടന്ന റിപ്പബ്ലിക്കൻ സെനറ്റർമാരുടെ അടച്ചിട്ട മുറിയിലെ യോഗത്തിൽ ട്രംപ് വൻ രോക്ഷ പ്രകടനമാണ് നടത്തിയത്. പ്രമേയത്തെ അനുകൂലിച്ച് സെനറ്റർ ബിൽ കാസഡി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ട്രംപ് നേരിട്ട കടുത്ത വാക്പോരിൽ ഏർപ്പെട്ടിരുന്നു. തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരോട് ക്ഷമിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ട്രംപ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സെനറ്റ് വോട്ടെടുപ്പിന് ശേഷം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ വഴി കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായിട്ട് രംഗത്തെത്തി. ഈ പ്രമേയം തികച്ചും അസ്ഥാനത്തുള്ളതും അർത്ഥശൂന്യവുമാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത്. താൻ ഇറാനുമായിട്ട് കടുത്ത നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കോൺഗ്രസ് എടുത്ത തീരുമാനം ശത്രുക്കൾക്ക്, അതായത് ഇറാൻ ആശ്വാസവും സഹായവും നൽകുന്നു എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ഇത് സത്യത്തിൽ ഇറാൻ ആശ്വാസം തന്നെയാണ്. കാരണം ഈ ചതിപ്രയോഗത്തിലൂടെ ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്ന യുദ്ധത്തിന് ഒരു തിരിച്ചടിയായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കോൺഗ്രസിലെ തിരിച്ചടിക്ക് പിന്നാലെ ട്രംപ് കടുത്ത വാശിയോടെയാണ് തന്റെ ആഭ്യന്തര രാഷ്ട്രീയ തന്ത്രങ്ങൾ മാറ്റുന്നത്. തന്നെ എതിർത്ത റിപ്പബ്ലിക്കൻ ജനപ്രതിനിധികൾക്കെതിരെ പരസ്യമായിട്ടുള്ള പ്രതികാര പ്രചാരണങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളിൽ തന്നെ എതിർത്തവർക്ക് സീറ്റ് നൽകാതിരിക്കാനും അവരെ രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്താനുമാണ് ട്രംപിന്റെ പുതിയ നീക്കം. എന്തായാലും കോൺഗ്രസിനോടുള്ള കടുത്ത വാശിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതും റിപ്പബ്ലിക്കൻ പാർട്ടി വലിയ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടിയതുമായിട്ടുള്ള ഉഭയകക്ഷി ഭവന നിർമ്മാണ ബില്ലിന്റെ ഒപ്പുവെക്കൽ ചടങ്ങ് ട്രംപ് അവസാന നിമിഷം റദ്ദാക്കുകയും ചെയ്തു. ക്യാപിറ്റോളിലെ സാറ്റുവറി ഹാളിൽ ചടങ്ങിനായുള്ള വേദി വരെ ഒരുക്കിയ ശേഷമാണ് ട്രംപ് റദ്ദാക്കി തങ്ങളെ ഞെട്ടിച്ചെന്ന് ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. എന്തായാലും ഭവന നിർമ്മാണ ബിൽ ഒപ്പുവെക്കണമെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന കടുത്ത വോട്ടർ ID നിയമമായിട്ടുള്ള സേവ് അമേരിക്ക ആക്ട് കോൺഗ്രസ് ആദ്യം പാസ്സാക്കണമെന്ന കടുത്ത നിബന്ധനയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന ഈ ബില്ലിന്മേൽ സെനറ്റിൽ ആവശ്യത്തിന് വോട്ടില്ല എന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ വ്യക്തമാക്കിയിട്ടും ട്രംപ് തന്റെ വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് പാസാക്കിയ പ്രമേയം നിയമപരമായിട്ട് ട്രംപിനെ തടയാൻ പര്യാപ്തമല്ല എങ്കിലും അത് ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ തടസ്സവാദങ്ങൾ വകവെക്കാതെ ഇറാനെതിരെ കൂടുതൽ കടുത്ത സൈനിക പ്രത്യാക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ട്രംപ് സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഒരു ആഭ്യന്തര രാഷ്ട്രീയ പോര് പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച
ട്രംപിന്റെ നടപടിയെ തടഞ്ഞുകൊണ്ട് US പ്രതിനിധി സഭയും സെനറ്റും ഒരേപോലെ വാർ പവേഴ്സ് പ്രമേയം പാസാക്കിയത് ട്രംപിന്റെ ഭരണത്തിന്മേലുള്ള വലിയൊരു കറയാണ്. സ്വന്തം പാർട്ടിയിലെ 4 പ്രമുഖ സെനറ്റർമാർ പോലും ഈ ഒരു പ്രതിപക്ഷത്തിനൊപ്പം ചേർന്ന് ട്രംപിനെതിരെ വോട്ട് ചെയ്തത് അദ്ദേഹത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയ മേധാവിത്വത്തിന് ഏറ്റ കനത്ത പ്രഹരമായിട്ട് ഇതിനെ കണക്കാക്കാം. സ്വന്തം കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപ് നടത്തുന്ന ഓരോ സൈനിക നീക്കവും നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുകയാണ്. ഇനിയൊരു വിദേശ യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈനികരെ തള്ളിവിടില്ല എന്ന കടുത്ത വാഗ്ദാനവുമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ ഗൾഫ് മേഖലയിലുള്ള US സൈനിക താവളങ്ങളായിട്ടുള്ള കുവൈറ്റിലെ അലി അൽ സലാം എയർബേസിനും ബഹറിലെ 5ാം നേവി ഫ്ലീറ്റിനും നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതോടെ സാധാരണക്കാരായിട്ടുള്ള അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ വൻ പ്രതിഷേധം ഉയരുകയാണ്. സ്വന്തം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയെ നയിച്ചതിൽ ട്രംപിനെതിരെ ജനവികാരം ശക്തമാവുകയാണ്. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് യുദ്ധം ആരംഭിച്ചതോടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഊർജ വിതരണ ശൃംഖല തടസ്സപ്പെടുകയും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില കുതിച്ചുയരുകയും ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുന്നതിലേക്ക് ഇത് നയിക്കുമെന്നത് തീർച്ചയാണ്. ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് ഈ ഒരു യുദ്ധം സൃഷ്ടിക്കുന്ന ആഗോള സാമ്പത്തിക അസ്ഥിരതയും പണപ്പെരുപ്പവും വലിയൊരു സാമ്പത്തിക പരാജയമായിട്ട് മാറുകയും ചെയ്യും. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് സെനറ്റ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്തായാലും ഇറാനെതിരെയുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളിൽ പാരീസ്, ലണ്ടൻ തുടങ്ങിയ പ്രധാന പാശ്ചാത്യ നാറ്റോ സഖ്യകക്ഷികൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ട്രംപ് നടത്തിയ ബോംബാക്രമണങ്ങളെ യൂറോപ്യൻ ശക്തികൾ പിന്തുണയ്ക്കുന്നില്ല. ആഗോളതലത്തിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന സാഹചര്യമാണ്. ഈ യുദ്ധത്തിലൂടെ ട്രംപ് ഇപ്പോൾ വലിച്ചു കൂട്ടിയിരിക്കുന്നത്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ റഷ്യയും ചൈനയും ചേർന്ന 6 മണിക്കൂർ നീണ്ട വലിയൊരു വ്യോമ നിരീക്ഷണം നടത്തി തങ്ങളുടെ സൈനിക ശക്തി തെളിയിച്ചു കഴിഞ്ഞു എന്നതുകൂടി വരുന്നുണ്ട്. എന്തായാലും ഈസ്റ്റ് ചൈന കടലിലും ജപ്പാൻ കടലിലും റഷ്യ ചൈനീസ് ബോംബറുകൾ നടത്തിയ ഈ ഒരു പ്രകടനം ട്രംപിന്റെ വിദേശ നയത്തിനുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഒരേ സമയം പല മേഖലകളിൽ അമേരിക്ക വെല്ലുവിളി നേരിടുന്നത് ട്രംപിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിനോടുള്ള കടുത്ത വാശി കാരണം റിപ്പബ്ലിക്കൻ പാർട്ടി ഏറെ ആഗ്രഹിച്ച ഭവന നിർമ്മാണ ബില്ല് ഒപ്പുവെക്കാൻ ട്രംപ് വിസമ്മതിച്ചത് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വൻ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ട്രംപ് മുന്നോട്ട് വെക്കുന്ന സേവ് അമേരിക്ക ആക്ട് പാസ്സാക്കണമെന്ന കടുത്ത പിടിവാശി കാരണം അമേരിക്കൻ ഭരണ സംവിധാനം തന്നെ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. യുദ്ധകാലത്ത് രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ട്രംപ് വരുത്തിവെക്കുന്ന ഈ ഒരു ഭിന്നതകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ട്രംപിന് ഇരട്ടി പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും US സൈനിക താവളങ്ങളിലേക്ക് വരുന്ന ഒരു മിസൈൽ മഴ വല്ലാതെ ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൽ നിന്നുള്ള ഒരു ബില്ല് പാസ്സാക്കിയത് വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് ട്രംപിന് മാറുകയാണ്. അതായത് യുദ്ധം കൊണ്ടും സ്വന്തം രാജ്യത്തും ജനങ്ങൾക്കിടയിലും ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് ഈ നവംബറിലാണ്. ഈ നവംബറിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ട്രംപിന്റെ കസേര തെറിക്കുമെന്നതിൽ ഏറെക്കുറെ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ്.